ലാലേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ നേന്ത്രപ്പഴവും ലിക്കറൊക്കെ വെച്ചിട്ടൊരു റെസിപ്പി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. നമുക്ക് ലിക്കർ അറാമായതുകൊണ്ട് നമ്മൾ തേങ്ങാപ്പാൽ വെച്ചിട്ട് അത് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായേ. അതിന് നമുക്ക് വേണ്ടത് തേങ്ങാപ്പാൽ, നേന്ത്രപ്പഴം, പിന്നെ വെല്ലം, എല്ലാം വെച്ചാൽ ശർക്കര. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പാന് ചൂടായതിന് ശേഷം പശുവിനെ ഇട്ടിട്ട് നേന്ത്രപ്പഴം മുറിച്ചതും ഇട്ടിട്ട് നല്ലോണം മുരിച്ചെടുക്കണം. മുരിച്ചെടുത്ത നേന്ത്രപ്പഴത്തിൻ്റെ അകത്ത് നമ്മൾ വെല്ലം ഇട്ടിട്ട് നല്ലോണം അലിയിച്ചെടുക്കണം. നല്ലോണം എന്ന് വെച്ചാൽ അധികം നല്ലോണം അലിയാൻ പാടില്ല. കുറച്ച് അലിഞ്ഞതിന് ശേഷം അതിനകത്ത് തേങ്ങാപ്പാലിട്ടിട്ട് കുറുക്കിയെടുക്കണം. കുറച്ച് നീര് അങ്ങനെ ബാക്കി വെക്കുന്ന രീതിയിലാണ് കുറുക്കിയെടുക്കേണ്ടത്. എന്നിട്ട് സംഭവം ഓക്കെ ആയി വരുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ ഒരു സംഭവം ചെറുകിയ തേങ്ങ അതിൻ്റെ അകത്ത് ഇട്ടിട്ടാണ് തിന്നേണ്ടത്. അപ്പോൾ ഒരു ചെറുകിയ തേങ്ങേൻ്റെ ആ ഒരു ക്രിസ്പിനെസ്സൊക്കെ കിട്ടിയിട്ട് തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ ടെസ്റ്ററിന് കൊടുത്തിട്ടുണ്ടായി. ടെസ്റ്റർ ഓക്കെ പറഞ്ഞിട്ടുണ്ടായി. രണ്ടാമത്തെ ടെസ്റ്ററിന് ക്ഷമ കിട്ട്. അപ്പോൾ ക്ഷമ കിട്ട ടെസ്റ്ററിന് രണ്ടാമത് തിന്നാൻ കൊടുത്തിട്ടുണ്ടായി. ഓൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അടിപൊളി എന്ന് പറയുന്നുണ്ടായി.